ഹലോ കാർ ഫാക്ടറിയുടെ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് സിനിമ എന്നത് നായകന്റെ മാത്രമെന്നുള്ള പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിനെ തിരുത്തിക്കുറിച്ച ഒരുപാട് പ്രതിഭകൾ അരങ്ങുവാഴുന്ന ഇൻഡസ്ട്രി എന്ന കാര്യത്തിലാണ്. നായക പ്രാധാന്യം നൽകുന്ന സിനിമകൾക്കിടയിലും പുതുമുഖങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കി പുറത്തിറങ്ങുന്ന സിനിമകൾ പ്രേക്ഷക പ്രീതി നേടുന്നതും ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. അത്തരത്തിൽ സഹനടനായി അരങ്ങേറ്റം കുറിച്ച് പിന്നീട് മോളിവുഡിൽ യുവനായകന്മാർക്കിടയിൽ ഒരു സ്ഥാനം നേടിയെടുത്ത ഒരുപാട് അഭിനേതാക്കൾ നമുക്കുണ്ട്. നമ്മുടെ സൂപ്പർ താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ യങ്സ്റ്റേഴ്സിനിടയിൽ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് നേടാൻ ഇവർക്കൊക്കെ സാധിച്ചിട്ടുമുണ്ട്. മമ്മൂക്ക, പൃഥ്വിരാജ്, സുകുമാരൻ, ദുൽഖർ സൽമാൻ, ആസിഫ് അലി തുടങ്ങിയ വണ്ടിപ്രേമികളായ സൂപ്പർ താരങ്ങളെ പോലെ തന്നെ ഈ യുവതാരങ്ങളും വാഹനപ്രേമത്തിലും തങ്ങളുടേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ചില യുവതാരങ്ങളുടെ വാഹനവിശേഷങ്ങളുമായാണ് കാർ ഫാക്ടറി ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. മലയാള സിനിമയിൽ വ്യക്തമായ സാന്നിധ്യം അടയാളപ്പെടുത്തിയ ഇവരുടെ കാറുകൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ലിസ്റ്റിൽ ആദ്യത്തെ യുവനായകനാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ടൊവിനോ തോമസ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിലെ യുവനായകന്മാർക്കിടയിൽ തൻ്റെതായ ഒരു സ്ഥാനം നേടിയെടുത്ത താരമാണ് ടൊവിനോ തോമസ്. മായാനദി, ഗപ്പി, തീവണ്ടി, മിന്നൽ മുരളി തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച ടൊവിനോ തോമസ് അഭിനയം പോലെ തന്നെ വണ്ടിപ്രേമത്തിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ടൊവിനോയുടെ കാർ ശേഖരത്തിൽ നിലവിൽ ഓഡി Q7, BMW 7 സീരീസ്, മിനി കൂപ്പർ സ്പെഷ്യൽ എഡിഷൻ മോഡൽ എന്നിങ്ങനെയുള്ള കാറുകളുണ്ട്. ഈ പ്രീമിയം കാറുകൾക്ക് പുറമെ കരിയറിന്റെ തുടക്കത്തിൽ സ്വന്തമാക്കിയ 4th ജനറേഷൻ ഹോണ്ട സിറ്റി പോലുള്ള ചില കാറുകളും ടൊവിനോയുടെ പക്കലുണ്ട്. അച്ചായന്റെ കാർ ശേഖരത്തെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് വീഡിയോ കാർ ഫാക്ടറി നേരത്തെ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിലവിൽ ടൊവിനോ കാർ ഗാരേജ് ഭരിക്കുന്ന ഈ പ്രീമിയം ലക്ഷറി കാറുകൾക്കിടയിലേക്ക് ഈ വർഷമാണ് ലാൻഡ് റോവറിന്റെ ലക്ഷറി SUV മോഡലായ റേഞ്ച് റോവർ സ്പോർട്ട് എത്തുന്നത്. റേഞ്ച് റോവർ സ്പോർട്ടിന്റെ 2023 മോഡൽ ഡൈനാമിക് SHE വേരിയന്റ് ആണ് ടൊവിനോ സ്വന്തമാക്കിയത്. ഏകദേശം 1.71 കോടി രൂപ എക്സ്ഷോറൂം വില വരുന്ന 2023 മോഡൽ റേഞ്ച് റോവർ സ്പോർട്ടിന്റെ ഇന്ത്യയിലെ ആദ്യ ഉടമ കൂടിയാണ് നമ്മുടെ ടൊവിനോ തോമസ്. സാന്റോറിനി ബ്ലാക്ക് എന്ന് വിളിക്കുന്ന ലാൻഡ് റോവർ ലൈനപ്പിലെ കറുപ്പ് നിറത്തിലുള്ള മോഡലാണ് ടൊവിനോ തിരഞ്ഞെടുത്തത്. പെട്രോൾ, ഡീസൽ എന്നീ 2 വേരിയന്റിൽ എത്തുന്ന ഇവയുടെ ഒരു 3.0 ലിറ്റർ ടർബോ ചാർജ്ഡ് സ്ട്രൈറ്റ് 6 ഡീസൽ എഞ്ചിനാണ് ടൊവിനോയുടെ കൈവശമുള്ളത്. ഈ എഞ്ചിൻ ഉയർന്ന RPMകളിൽ 350 bhp പവറും 700 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴി ഇവ എല്ലാ വീലുകളിലേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സ്റ്റീൽ സ്റ്റാൻഡിൽ നിന്ന് വെറും 5.9 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള ഈ വാഹനത്തിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 234 കിലോമീറ്റർ ആണ്. അർജുൻ അശോകൻ. പറവ എന്ന ഹിറ്റ് സിനിമയിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന താരമാണ് അർജുൻ അശോകൻ. നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഹാസ്യ രാജാവായ ഹരിശ്രീ അശോകന്റെ മകൻ എന്ന ലേബലിൽ സിനിമയിൽ വന്നുവെങ്കിലും ഇന്ന് മികച്ച അഭിനയം കൊണ്ടും കഴിവുകൊണ്ടും പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് തന്റെ സ്വന്തം പേരിലാണ്. പ്രേക്ഷക മനം കവർന്ന ഒരുപാട് സിനിമകളിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കാൻ അർജുൻ അശോകന് ഒരുപാട് കാലം വേണ്ടി വന്നില്ല. അപ്പോൾ അർജുൻ അശോകന്റെ കൈവശമുള്ള വാഹനങ്ങളെ നോക്കാം. Volkswagen Virtus GT+. ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഫോക്സ്വാഗണിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച ഒരു മിഡ് സൈസ് പ്രീമിയം സെഡാൻ മോഡലാണ് വിർച്ചസ് GT+. പീക്ക് RPMകളിൽ 113 bhp പവറും 175 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന 1.0 ലിറ്റർ 3 സിലിണ്ടർ ടർബോ എഞ്ചിൻ, 148 bhp പവറും 250 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന 1.5 ലിറ്റർ 4 സിലിണ്ടർ ഇൻലൈൻ ടർബോ എഞ്ചിൻ എന്നിങ്ങനെ 2 പെട്രോൾ വേരിയന്റുകളിലാണ് വിർച്ചസ് GT സെഡാൻ എത്തുന്നത്. ഇവയുടെ 1.5 ലിറ്റർ വേരിയന്റായ GT+ മോഡലാണ് അർജുന്റെ കൈവശമുള്ളത്. വൈറ്റ് നിറത്തിലുള്ള ഈ വാഹനത്തെ കഴിഞ്ഞ വർഷമാണ് അർജുൻ അശോകൻ സ്വന്തമാക്കുന്നത്. ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമായിട്ടുള്ള ഇവ ലിറ്ററിന് 18.6 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഈ 5 സീറ്ററിൽ ട്രാൻസ്മിഷൻ ഒരുങ്ങുന്നത്. ഏകദേശം 17.91 ലക്ഷം രൂപയാണ് ഇവയുടെ എക്സ്ഷോറൂം വില.
ഇനി അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ. മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭകളിൽ ഒരാളായ ശ്രീനിവാസന്റെ മകനും വിനീത് ശ്രീനിവാസന്റെ സഹോദരനുമാണ് ധ്യാൻ ശ്രീനിവാസൻ. സഹസംവിധായകനായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ധ്യാൻ പിന്നീട് നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും നിർമ്മാതാവായും മോളിവുഡിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തി. അടുത്തിടെ ചില ഇന്റർവ്യൂകളിലൂടെ ധ്യാൻ പ്രേക്ഷകർക്കിടയിൽ താരമായിട്ടുണ്ട്. വാഹനപ്രേമികളായ മലയാള സിനിമയിലെ യുവനിരയിലെ ഒരു അംഗം കൂടിയാണ് ധ്യാൻ ശ്രീനിവാസൻ. മലയാള താരങ്ങളുടെ ഗാരേജ് ഭരിക്കുന്ന പ്രീമിയം ലക്ഷറി വാഹനങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുക്കാൻ മിനി കൂപ്പർ എന്ന കൾട്ട് ഹാച്ച് ബാക്ക് കാറുകൾക്ക് സാധിച്ചിട്ടുണ്ട്. മിനി കൂപ്പർ സ്വന്തമാക്കുന്ന കാര്യത്തിൽ ഒരു മത്സരം തന്നെ നമ്മുടെ താരങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോകും. അക്കൂട്ടത്തിൽ ധ്യാൻ സ്വന്തമാക്കിയ മിനി കൂപ്പർ മോഡലാണ് കൂപ്പർ എസ്. 2021 ധ്യാൻ ബ്ലാക്ക് നിറത്തിലുള്ള മിനി കൂപ്പർ എസ് എന്ന മോഡൽ വാങ്ങുന്നത്. 38 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയുള്ള ഇവ ഒരു 2.0 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനിലാണ് തുടിക്കുന്നത്. ഈ എഞ്ചിൻ പീക്ക് RPMകളിൽ 189 bhp പവറും 280 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നിരവധി കസ്റ്റമൈസേഷൻ ഓപ്ഷനുകളിൽ മിനി കൂപ്പർ എസ് സ്വന്തമാക്കാൻ സാധിക്കും. 7 സ്പീഡ് ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴി ഫ്രണ്ട് വീലുകളിലേക്ക് പവർ ഡ്രൈവ് ട്രെയിൻ ചെയ്യുന്ന ഈ 4 സീറ്റർ പ്രീമിയം ഹാച്ച് ബാക്ക് ലിറ്ററിന് 16.3 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് വെറും 6.7 സെക്കൻഡുകൾ കൊണ്ട് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്ന ഇവയുടെ ഉയർന്ന വേഗത മണിക്കൂറിൽ 235 കിലോമീറ്റർ ആണ്. അടുത്ത വണ്ടി BMW X6, X-Drive 40i X Line, X-Drive 40i M Sport എന്നീ 2 വേരിയന്റുകളിൽ ഇന്ത്യയിൽ ഇറങ്ങുന്ന ഇവയുടെ ഒരു വൈറ്റ് നിറത്തിലുള്ള M Sport വേരിയന്റ് ആണ് ധ്യാൻ സ്വന്തമാക്കിയത്. നിലവിൽ പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് ഈ ലക്ഷറി കൂപ്പ് SUV എത്തുന്നത്. ഒരു 3.0 ലിറ്റർ 6 സിലിണ്ടർ ടിൻ ടർബോ പെട്രോൾ എഞ്ചിനിൽ തുടിക്കുന്ന BMW X6 6500 RPMൽ 335 bhp പവറും 5200 RPMൽ 450 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. ഓൾ വീൽ ഡ്രൈവ് വാഹനമായിട്ടുള്ള ഈ 5 സീറ്റർ 8 സ്പീഡ് സ്ട്രെപ്ട്രോണിക് ഗിയർ ബോക്സ് ട്രാൻസ്മിഷനിലാണ് എത്തുന്നത്. 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വേണ്ടുന്നത് ഇവയ്ക്ക് വെറും 5.5 സെക്കൻഡുകൾ മാത്രമാണ്. മണിക്കൂറിൽ 250 കിലോമീറ്റർ ഉയർന്ന വേഗത നൽകുന്ന ഈ SUVയുടെ എക്സ്-ഷോറൂം വില 1.19 കോടി രൂപയാണ്. അപ്പോൾ ലിസ്റ്റിൽ അടുത്തത് ശ്രീനാഥ് ബാസി. പ്രണയം എന്ന സിനിമയിലൂടെ മോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച ശ്രീനാഥ് ബാസി ഒരുപാട് സിനിമകളിൽ നായകനായും സഹനടനായും തിളങ്ങിയിട്ടുണ്ട്. ഹണിബി, ഹോം, ഭീഷ്മപർവം എന്നിങ്ങനെയുള്ള സിനിമകളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ കലാകാരൻ കൂടിയാണ് ബാസി മച്ചാൻ. അഭിനയം കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടും യുവാക്കൾക്കിടയിൽ ഒരു ഫാൻ ബേസ് സൃഷ്ടിക്കാൻ ബാസിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബാസിയുടെ ആദ്യത്തെ വണ്ടി മാരുതി സുസുക്കി വിറ്റാര ബ്രസ 6000 RPMൽ 101 bhp പവറും 4400 RPMൽ 136 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ K15C സ്മാർട്ട് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ് ബ്രസയെ ചലിക്കാൻ സഹായിക്കുന്നത്. കോമ്പാക്ട് SUV ലൈനപ്പിലെ മാർക്കറ്റ് ലീഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വാഹനം പ്രോഗ്രസീവ് സ്റ്റാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയോടെയാണ് പുറത്തിറങ്ങുന്നത്. ഒരു 5 സീറ്റർ SUV ആയിട്ടുള്ള വിറ്റാര ബ്രസയിൽ 5 സ്പീഡ് മാനുവൽ 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ ട്രാൻസ്മിഷൻ നടത്തുന്നു. ലിറ്ററിന് 18.7 കിലോമീറ്റർ മൈലേജ് നൽകുന്ന ഈ 5 സീറ്റർ 7.82 ലക്ഷം രൂപ എക്സ്-ഷോറൂം വിലയിലാണ് എത്തുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമായിട്ടുള്ള വിറ്റാര ബ്രസയിൽ 48 ലിറ്റർ ഇന്ധനം സംഭരിക്കാൻ സാധിക്കും. അടുത്തത് ഹ്യുണ്ടായി i20. സൗത്ത് കൊറിയൻ വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള ഒരു ക്രോസ് ഓവർ ഹാച്ച് ബാക്ക് മോഡലായ ഹ്യുണ്ടായി i20 ഇന്ത്യൻ വിപണിയിൽ ജനപ്രീതിയിൽ മുൻനിരയിൽ സ്ഥാനം പിടിച്ച വാഹനമാണ്. ഇവയുടെ ഒരു വൈറ്റ് നിറത്തിലുള്ള മോഡലാണ് ശ്രീനാഥ് ബാസി മച്ചാൻ കാർ ശേഖരത്തിലുള്ളത്. ഒരു 1.0 ലിറ്റർ ടർബോ GDI പെട്രോൾ എഞ്ചിനിൽ തുടിക്കുന്ന ഈ 5 സീറ്റർ ഉയർന്ന RPMകളിൽ 118 bhp പവറും 171 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലിറ്ററിന് 20.28 കിലോമീറ്റർ മൈലേജ് നൽകുന്ന ഇവയിൽ 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. 37 ലിറ്റർ ഇന്ധനം സംഭരിക്കാൻ സാധിക്കുന്ന ഇവ 7.19 മുതൽ 11.62 ലക്ഷം രൂപ വരെയുള്ള എക്സ്-ഷോറൂം വിലയിലാണ് എത്തുന്നത്. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ യുവതാരങ്ങളുടെ കാറുകൾ. നമ്മളിവിടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വാഹനങ്ങളെ സംബന്ധിച്ച കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടി കാർ ഫാക്ടറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കൂ. സ്റ്റേ ട്യൂൺ ഫോർ ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.